ഹൃദയത്തിൽ നിന്നും പിറവിയെടുക്കുന്ന ബന്ധങ്ങൾ ഹൃദയമിടിപ്പ് നിലയ്ക്കുന്നതുവരെ നിലനിൽക്കും. അനുഭവങ്ങളാണ് നിങ്ങളെ തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരാക്കുന്നത്. എന്നാൽ തെറ്റായ തീരുമാനങ്ങളാണ് നിങ്ങൾക്ക് മോശം അനുഭവങ്ങൾ സമ്മാനിക്കുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം പഠിക്കുന്നത് നല്ല പാഠങ്ങളായിരിക്കും. ഈ ലോകത്ത് 2 തരം മനുഷ്യരുണ്ട്: ജീവിച്ച് മരിക്കുന്നവരും മരിച്ച് ജീവിക്കുന്നവരും. ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും വേദനിക്കപ്പെടും. ഒരാളെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും വഞ്ചിക്കപ്പെടും. തിരികെ കിട്ടുമെന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളുടെ പ്രതിഫലം തന്നെയാണ്. അത് ജീവനുള്ള കാലം വരെ കിട്ടിക്കൊണ്ടേയിരിക്കും. എന്ത് കിട്ടണമെന്നുള്ളത് നിങ്ങളുടെ പ്രവർത്തികളാണ് തീരുമാനിക്കുന്നത്. ഒരാൾ വീണ്ടും വീണ്ടും ക്ഷമിക്കുന്നുണ്ടെങ്കിൽ, ഒരാൾ വീണ്ടും വീണ്ടും തേടി വരുന്നുണ്ടെങ്കിൽ, വീണ്ടും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, അയാളെക്കാൾ മനോഹരമായി ആർക്കും നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല. വേദനിക്കും എന്നറിഞ്ഞിട്ടും വേദനിപ്പിക്കുന്നവർ നിങ്ങളെ സ്നേഹിക്കുകയല്ല, മറിച്ച് നിങ്ങളെ ഉപയോഗിക്കുകയാണെന്ന് മനസ്സിലാക്കുക. മനസ്സ് തുറന്ന് സംസാരിക്കുന്നവരുടെ ഉള്ളിൽ കള്ളം ഉണ്ടാവില്ല. അതുപോലെ അവർക്ക് ആരുടെ മുന്നിലും ഒരു വിലയും ഉണ്ടാകില്ല. ഇങ്ങനെ ആത്മാർത്ഥത കൂടിപ്പോയവരാണ് ജീവിതത്തിൽ എന്നും ഒറ്റപ്പെട്ടു പോയത്. താഴരുത്. ഓർക്കുക, താഴും തോറും നിങ്ങളെ ചവിട്ടിത്താഴ്ത്താൻ ഒരുപാട് പേർ കാണും. നിങ്ങൾ സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും തന്നെ ഓർത്തു വെക്കേണ്ടതില്ല. ക്ഷമിക്കാനുള്ള ശക്തി മനസ്സിനുണ്ടെങ്കിൽ അതിനൊപ്പം സഹിക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കും. പക്ഷേ അത് സ്നേഹിച്ചവർക്ക് വേണ്ടിയായിരിക്കണം, അല്ലാതെ നിങ്ങളെ വേണ്ടാത്തവർക്ക് വേണ്ടി ആകരുത്. ദയ എന്നത് സത്യത്തേക്കാൾ പ്രധാനമാണ്. ബുദ്ധിപൂർവം സംസാരിക്കുന്നവനേക്കാൾ ദയാപൂർവം കേൾക്കുന്നവൻ വലിയവനാണ്. നിങ്ങൾ എന്ത് ചെയ്താലും അത് നല്ലതോ ചീത്തയോ ആയിക്കൊള്ളട്ടെ, ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും മോശം പറയാനുണ്ടാകും. അതിനാൽ മറ്റുള്ളവർ എന്ത് കരുതും എന്ന് ചിന്തിച്ച് ജീവിക്കാതിരിക്കുക. കഴിയുന്നതും ആരുമായും കടപ്പാടുകളിൽ ഏർപ്പെടരുത്. ഒരിക്കൽ അതൊക്കെയും നിങ്ങൾക്കു നേരെയുള്ള ആയുധമായി മാറും. പിൻവാങ്ങുവാൻ സാധ്യമാകാത്ത വിധം അത് നിങ്ങളെ പൂർണ്ണമായും ദുർബലമാക്കും. ഈ ലോകത്തിൽ 2 തരം സ്നേഹമുണ്ട്: ആത്മാർത്ഥ സ്നേഹവും അഭിനയിക്കുന്ന സ്നേഹവും. ഒരു ജന്മം അവസാനിക്കുമ്പോഴേക്കും ഇവ രണ്ടിലൂടെയും കടന്നു പോകുന്നവരായിരിക്കും ഭൂരിഭാഗം മനുഷ്യരും. അകന്നിരുന്നാലും കാണാൻ കഴിയുന്നത് മനസ്സ് മാത്രമാണ്. അടുത്തിരുന്നാലും പലരും കാണാതെ പോകുന്നതും മനസ്സ് തന്നെയാണ്. മൃദുവായ സ്വഭാവം ബലഹീനമായി കാണരുത്. ഓർമ്മിക്കുക, വെള്ളം പോലെ മൃദുവായ വേറെ ഒന്നില്ല. എന്നാൽ അതിൻ്റെ ശക്തിക്ക് ഏറ്റവും ശക്തമായ പാറകളെപ്പോലും തകർക്കാൻ കഴിയും. പരിഗണനയില്ലെങ്കിൽ പരിചരിച്ച് നിൽക്കരുത്. അതിൽ നിന്നും കിട്ടുന്ന പ്രഹരത്തിന് വേദന കൂടുതലായിരിക്കും. മാറ്റം വരുമ്പോഴാണ് പലരും മാറി നിൽക്കുന്നതും മറന്നു പോകുന്നതും. എത്ര വേദനിപ്പിച്ചാലും ചിലർ പിന്നെയും സ്നേഹിക്കുന്നത് വിഡ്ഢിയായതുകൊണ്ടല്ല, വെറുക്കാൻ സാധിക്കാത്തതുകൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ ലക്ഷ്യം സത്യമുള്ളതാണെങ്കിൽ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ഒന്നിനും ഒരു പരിഗണനയും നൽകേണ്ട ആവശ്യമില്ല. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.